ഒരു വർഷം 1,00,000 കോടിയിലധികം രൂപ കടമെടുത്തു, ഒരു സമ്പൂർണ്ണ കടക്കിണിയിലും തകർച്ചയിലും. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് നടന്നത് എന്താണ്? 2.25 വർഷം ജോലി ചെയ്ത ആളിന് ലൈഫ് ലോങ് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട്. ഇങ്ങനെ ഇനി ചെയ്യാമെന്നുള്ള ധൂർത്തും അധികാരമില്ല. ആ തരത്തിൽ ഇവിടെ മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമായ ജനങ്ങളുടെ പണം, കടമെടുത്ത പണം, അത് ജനത്തിൻ്റെ ക്ഷേമത്തിനും വികസനത്തിനും നാടിൻ്റെ നന്മയ്ക്കും ചിലവാക്കാതെ ഇവിടെ കുറേ രാഷ്ട്രീയക്കാരും കുറേ ഭരണക്കാരും അവൻ്റെയൊക്കെ തോന്നിവാസം പോലെ ചിലവാക്കി ഈ നാടിനെ നശിപ്പിക്കുന്നതാണോ നമുക്ക് വേണ്ടത്? അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലേറിയപ്പോൾ 11 ബഡ്ജറ്റുകളാണ് സംസ്ഥാനത്ത് അവതരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടോ? അതുകൂടാതെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനിടയിലാണ്, അതായത് 2 മാസത്തിന് ആ ഒരു ഗ്യാപ്പിലാണ് നിലവിലിപ്പോൾ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിന് പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു. എന്തായാലും നിരവധി ചോദ്യങ്ങളാണ് നാളത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടും നിലവിലുള്ള ധനസ്ഥിതിയെക്കുറിച്ചും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനും 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായിരുന്ന ശ്രീ BA പ്രകാശ് സാർ. സംസ്ഥാനത്ത് 1ഉം 2ഉം പിണറായി സർക്കാർ ഭരിച്ച 10 വർഷം 11 ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടോ, എന്തായി, അല്ലെങ്കിൽ കഷ്ടത്തിലാണോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ധനസ്ഥിതിയും ധനസ്ഥിതി മൂലമുള്ള വികസന പ്രവർത്തനങ്ങളും എങ്ങനെ നടന്നു, അല്ലെങ്കിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇത് സംഗതി മെച്ചമായോ അല്ലെങ്കിൽ മോശമായോ അല്ലെങ്കിൽ തീരെ മോശമായോ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് അവസാനത്ത് വരാം. ഈ ഒരു സർക്കാരിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളും, അത് ഭരണപരമായിട്ടുള്ള കാര്യമായാലും വികസനമായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും എന്തും നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് പണം വേണം, അല്ലെങ്കിൽ റിസോഴ്സസ് വേണം. റിസോഴ്സ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊക്കില്ല. ഇപ്പോഴുള്ള സ്ഥിതി എന്താണ്? പല മേഖലകളിലും ഈ സർക്കാർ ഏതാണ്ട് പക്ഷപാതം പിടിച്ച് ഇങ്ങനെ മരവിച്ച സ്ഥിതിയാണ്. ശരീരത്തിൻ്റെ പല ഭാഗം പലതും ചലിക്കാൻ പണമില്ല എന്നുള്ളതാണ്. ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, അല്ലെങ്കിൽ മറ്റ് വേറെ നമ്മുടെ വനം മേഖലയിൽ പോയി അവിടെ പ്രശ്നമാണെങ്കിൽ അതോടെ ഒന്ന് ഇടപെടാനായിട്ടുള്ള ഒരു പണമില്ല, ഒന്നിനും പണമില്ല എന്നുള്ള ഒരു പക്ഷപാതം പിടിച്ച ഒരു രോഗിയുടെ ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തി. അപ്പോൾ ഈ ധനം ഉണ്ടാകുക, അതായത് വരുമാന മാർഗങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ കടമില്ലാത്ത ഒരവസ്ഥ, സ്റ്റേബിളായിട്ടുള്ള ഒരു ധന മാനേജ്മെൻറ്റും ധനസ്ഥിതിയും ഏത് രാജ്യത്തിൻ്റെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ വ്യക്തിയുടെ ആയാലും വികസനത്തിൻ്റെ അടിസ്ഥാനമാണ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഈ സർക്കാരിൻ്റെ പണമല്ലേ, അല്ലെങ്കിൽ ജനത്തിൻ്റെ പണമല്ലേ, അത് എങ്ങനെയും ചിലവാക്കാം. അത് ചിലവാക്കുന്നുള്ള താല്പര്യത്തിന് ആഡംബരത്തിന് വേണ്ടി ചിലവാക്കുന്ന ഒരു പ്രവണത വളരെ കൂടുതലാണ്. ഞാനിവിടെ സംസ്ഥാന പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു 3 വർഷം, ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. ഞാൻ ധാരാളം കണ്ടതാണ് ഈ ഒരു ധനധൂർത്ത സ്വഭാവം. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും കൂടുതൽ ആനുകൂല്യം വരത്തക്ക രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രവണത ഈ ധന മാനേജ്മെൻറ്റിലുണ്ടെന്നുള്ളത്. അതിനെ ഞാൻ ധനധൂർത്തം എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഭരണത്തിൽ ഈ ധനധൂർത്തം ഒരു വലിയൊരു ഘടകമാണ്. കാരണം ഒരുപാട് സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഈ മന്ത്രിമാരുടെയും അല്ലെങ്കിൽ MLA-മാരുടെ അനുയായികളുണ്ട്, അവരുടെ താല്പര്യങ്ങൾ, പിന്നെ അവിടെ വോട്ട് കിട്ടേണ്ട താല്പര്യങ്ങൾ, അതിനുവേണ്ടി പണം ചിലവാക്കുക എന്നുള്ള, അല്ലാതെ ജനങ്ങളുടെ ക്ഷേമം എന്നുള്ള ഒരു സിംഗിൾ ഇതിൽ ഇവർ പോകാറില്ല. അത് ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ നമ്മൾ കാണുക, ഈ 10 വർഷത്തെ സ്ഥിതി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സർക്കാർ തുടങ്ങിയ കാലത്ത് 2016 ഒരു ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ തുടങ്ങിയത്. അന്ന് ആ ധവളപത്രത്തിൽ പറഞ്ഞ എന്താണ്? തോമസ് ഐസക്കാണ് അന്ന് ആ ധനമന്ത്രിയായിരുന്നു. അതായത് ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ 2021 ആകുമ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതിയിലേക്ക് സംസ്ഥാനം എത്തും. 2016 ഈ സർക്കാർ അധികാരത്തിൽ വന്ന പിന്നെ 2-3 മാസം കഴിഞ്ഞ് ഇറക്കിയ ധവളപത്രത്തിൻ്റെ എന്നാൽ എന്താണ്? അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഒരു ശ്രമവും നടന്നില്ല. ധനസ്ഥിതി മെച്ചമാക്കാനായിട്ടുള്ള ഒരു ശ്രമവും നടന്നില്ല. അതിന് പകരം ഈ സർക്കാർ ചെയ്തതെന്താണെന്നറിയാം?
പിന്നീട് നമുക്കിപ്പോൾ പണമില്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റിന് പുറത്ത് കടമെടുത്ത് വികസനം നടത്താം. കിഫ്ബി പെൻഷൻ കമ്പനി വഴി പണം നടത്താം. ഒരുപാട് മേഖലയിൽ അനാവശ്യമായിട്ടുള്ള ധൂർത്തും ബാക്കിയുള്ള കാര്യങ്ങളും ഈ തരത്തിലുള്ള ധനധൂർത്ത് ധാരാളം വരുന്ന മേഖലകളുള്ള നയങ്ങളുമായിട്ട് പോയി. മാത്രമല്ല 5 വർഷത്തിലുള്ള 10 വർഷത്തിലുള്ള ശമ്പള പരിഷ്കരണം 5 വർഷത്തിൽ നടപ്പിലാക്കുന്ന ആ രീതി കേരളത്തിൻ്റെ ധനസ്ഥിതി തകരുന്നതിൻ്റെ അടിസ്ഥാന കാരണമാണെന്ന് ഞങ്ങളുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയും മറ്റ് കമ്മിറ്റികളെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ശമ്പള പെൻഷൻ പരിഷ്കരണം കേന്ദ്രത്തെ പോലെ 10 വർഷത്തിലാക്കണം. ഇവിടെ ഇപ്പോൾ 5 വർഷമാണ്. ഈ ധനസ്ഥിതി തകർക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അപ്പോൾ ഇതിനൊന്നും പോകാതെ ഒരു ധനധൂർത്ത നയങ്ങളുമായിട്ട് ഈ ഗവൺമെൻറ് പോയി. അതുപോലെ അടുത്ത് വീണ്ടും 2021 ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തി. അതിൻ്റെ ബാധ്യത എത്രയാണെന്നറിയോ? വൻ ബാധ്യതയാണ് അതുമൂലം പിന്നീട് ഉണ്ടായിരിക്കുന്നത്. വൻ ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു വർഷം അഡീഷണലായിട്ടുള്ള ബാധ്യത വന്നിരിക്കുന്ന 24,784 കോടി രൂപ. കഴിഞ്ഞ വർഷവും ഇത് നടപ്പിലാക്കി കഴിഞ്ഞ ശേഷം അടുത്ത വർഷം വന്ന ചിലവാണ് ഞാൻ പറയുന്നത്. നെറ്റ് ഇൻക്രീസ് ശമ്പള പെൻഷൻ അൺമാനേജബിളായിട്ട് വന്നു. അതോടുകൂടി ഇവിടെ നമ്മുടെ ധനസ്ഥിതി ഏതാണ്ട് തകരുന്ന ഒരു തകർച്ചയുടെ നിലയിൽ വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ധനമന്ത്രി തന്നെ 2022 ഡിസംബറിൽ അടുത്തൊരു പ്രഖ്യാപനം നടത്തി. എന്താണെന്നറിയാം? ഇതുവരെ കാണാത്ത ധനപ്രതിസന്ധിയിലാണ് കേരളം എന്ന 2ാം സ്റ്റേജിലെത്തി. 2023-24 CAGയുടെ റിപ്പോർട്ട് വന്നു. അതിൽ കാണുന്ന എന്താണെന്നറിയാം? ഒരു വർഷം 1,00,000 കോടിയിലധികം രൂപ കടമെടുത്തു. ആകപ്പാട് സംസ്ഥാനത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വരുന്ന ഏതാണ്ട് 2.1 ലക്ഷം കോടിയാണ്. അതിൽ ഏതാണ്ട് പകുതിയോളം 45% കടമെടുത്തു ഒരു വർഷം കൊണ്ട്. അതായത് ചെറുകിട കടമാണ്. അതായത് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് 255 പ്രാവശ്യമാണ് എടുത്തത്. ഓവർ ഡ്രാഫ്റ്റ് 67 പ്രാവശ്യം എടുത്തു. അതായത് ചെറിയ ചിലവ് പോലും നടത്തിക്കൊണ്ടു പോകാൻ കടമെടുത്ത. അപ്പോൾ ഇതിനെയാണ് ഞാൻ 3ാമത്തെ സ്ഥിതി വരുന്നത്, ഒരു സമ്പൂർണ്ണ കടക്കണിയിലും തകർച്ചയിലും. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് നടന്നത് എന്താണ്? തുടക്കം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ എന്താണ്? അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധി മാനേജ് ചെയ്തില്ല. വീണ്ടും ശമ്പള പെൻഷൻ പരിഷ്കരണവും മറ്റേ ഈ പരിപാടികളുമായിട്ട് പോയി. വീണ്ടും ധനമന്ത്രി പറയുന്നു 2022 കേരളം ഇതുവരെ ഉണ്ടാകാത്ത ധനപ്രതിസന്ധി. 2023-24 ആയതോടുകൂടി CAG റിപ്പോർട്ടിൽ പറയുന്നതാണ് ഒരിക്കലും കയറാത്ത കടക്കണിയിലേക്ക് കേരളം എത്തി. അപ്പോൾ ചുരുക്കത്തിൽ ഈ ധനമാനേജ്മെൻറ്റ്, ധനനയങ്ങൾ, ധനഭരണം വളരെ മോശമായിട്ടുള്ള, ഞാനിതിനെ ഒരു ധനധൂർത്ത രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ധനധൂർത്ത രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പണം അടിച്ചെടുക്കണം. സർക്കാരിൻ്റെ പണം എന്തെല്ലാം മേഖലകളിൽ അടിച്ചെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കും. ഇപ്പോൾ 2 വർഷം നമ്മുടെ മന്ത്രിമാരുടെ ഓഫീസിൽ ജോലി ചെയ്ത ആളുകൾക്ക് ലൈഫ് ലോങ് പെൻഷൻ കൊടുക്കുകയാണ്. ലോകത്ത് എവിടെയുണ്ട്? 2-2.25 വർഷം ജോലി ചെയ്ത ആളിന് ലൈഫ് ലോങ് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട്. ഇതുപോലെ മന്ത്രിമാർക്കും ബാക്കിയുള്ളവർക്കും പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് 2 കോടി രൂപയാണ് നേരത്തെ ഒരാൾ പിന്നീട് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റായി മേടിച്ചത്. 2 കോടി 1.9 crore ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ പലയിടത്തും പോയ സാധാരണ ചെറിയ കാറുകളിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ബാക്കിയുള്ളവരൊക്കെ യാത്ര ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഇനോവ സംസ്കാരം. ഒരു 10 വർഷത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഈ ടയോട്ട ഇനോവയാണ്. ഒരുവിധപ്പെട്ടവർക്കൊക്കെ ടയോട്ട ഇനോവയിൽ പോയാലേ പിന്നീട് സ്റ്റാറ്റസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിന് ചിലവില്ലേ? ഇങ്ങനെ ഇനി ചെയ്യാമെന്നുള്ള ധൂർത്തും അധികാരമില്ല. ആ തരത്തിൽ ഇവിടെ മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമായ ഒരു സ്ഥിതിയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം, ഞാനീ പറഞ്ഞ പോലെ ഈ വളരെ മോശമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഈ തരത്തിൽ പോയി. പക്ഷേ ഇപ്പോൾ നമ്മൾ ധനമന്ത്രി ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം? ഇതിപ്പോൾ കേന്ദ്രം പിന്നെ പണം തരാത്തതുകൊണ്ടാണ്, കേന്ദ്രം ഞങ്ങളിട്ട് ഇറുക്കുന്നു, കേന്ദ്രം പണം തരാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമാണ് എന്ന് പറയുന്നു. ആ പറയുന്നതിൽ വലിയൊരു കഴമ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 തരത്തിൽ. ഒന്നെന്താണെന്നറിയാം? ഇപ്പോൾ ഈ നമ്മളിവിടെ ഇപ്പോൾ വളരെ ധനപ്രതിസന്ധിയും പിന്നീട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തുടർച്ചയായിട്ടുള്ളത് മൂലം എന്താണെന്നറിയാം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി ഗ്രാൻഡ് കിട്ടിയ ഒരു സംസ്ഥാനം കേരളമാണ്. പറഞ്ഞ മനസ്സിലായി? ഏറ്റവും റവന്യൂ ഗ്രാൻഡ് കിട്ടിയ ഒരു സംസ്ഥാനം. 53,000
137 കോടി രൂപയാണ് നമുക്ക് 15ാം ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് കിട്ടിയത്. അന്ന് ആ ഗ്രാൻഡ് തുറേ കിട്ടാതിരുന്നുവെങ്കിൽ ഇവിടെ പൊളിഞ്ഞു പോയനെ. പിന്നെ GST കോമ്പൻസേഷന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു നേരത്തെ. GST ആദ്യം നടപ്പിലാക്കിയ 5 വർഷം ഉള്ള കോമ്പൻസേഷൻ ആ കാലം. അപ്പോൾ ഇത് കിട്ടിയിട്ടില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പോൾ പറ്റിയിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം, ഈ സാമ്പത്തിക വർഷത്തെ അവസാന ക്വാർട്ടറിൽ 6,000 കോടി രൂപ സർക്കാർ വെട്ടിക്കുറച്ചു കടമെടുപ്പ്. എന്തുകൊണ്ട് വെട്ടിക്കുറച്ചു? കിഫ്ബിക്കും പെൻഷൻ കമ്പനിക്കും എടുത്ത തുക, ബഡ്ജറ്റിന് പുറത്തെടുത്ത തുക, അത് ബഡ്ജറ്റിനകത്താണെന്ന് CAG കണ്ടെത്തുകയും അത് ഈ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെട്ടിക്കുറച്ചത്. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് ഈ നമ്മളിപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു വലിയൊരു രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, നാഷണൽ സംവിധാനങ്ങളുണ്ട്, സെൻട്രൽ ഫൈനാൻസ് കമ്മീഷനുണ്ട്, CAG ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചട്ടവട്ടങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം വിട്ടിട്ട് നമ്മുടെ തോന്നിയ ദിവസം പോലെ ചിലവാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇത് കേരളം എന്ത് പ്രത്യേക രാജ്യമോ? കേരളം ഒരു പ്രത്യേക രാജ്യമായി ഈ തരത്തിൽ പോയെങ്കിൽ ശ്രീലങ്കയെ പോലെ എന്നെ ആയെപ്പോയാണെന്നറിയോ? അപ്പം നമ്മളിപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഫ്രെയിമിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ ഓരോ സംസ്ഥാനങ്ങളും തോന്നിയ മാസം പോലെ ഇപ്പോൾ ഞങ്ങൾ പ്രിൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ചിലവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നിലനിൽക്കൂ. അപ്പം അത് നമ്മൾ കാണണം. നമ്മൾ വലിയൊരു ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വലിയ രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് എന്തുമാത്രം നേട്ടം കിട്ടുന്നു. മലയാളികൾ എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിന് ആവശ്യമായിട്ടുള്ള ചരക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന് നമ്മളൊരു വലിയൊരു രാജ്യത്തിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങളിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. അപ്പം അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, സംവിധാനങ്ങളുണ്ട്. ആ ഫ്രെയിമെല്ലാം കുഴപ്പമാണ് എന്ന് പറയും. ഇത് പണ്ട് 60കളിലും 70കളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇവിടെ കേരളത്തിൻ്റെ വികസനം മുഴുവനും കേന്ദ്ര കൊണ്ടാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും UPI അവർ ഒന്നിച്ചു പോയ കാലഘട്ടത്തിൽ കുഴപ്പമില്ല, ഒരു വിരോധമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനെ നമ്മൾ കൂടുതലും വസ്തുതാപരമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അത് കൂടുതലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പറച്ചിലായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. ഇന്ന് ഇവിടെ കേരളത്തിൻ്റെ ഇത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതിയുടെ അടിസ്ഥാന കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ നയങ്ങളും മാനേജ്മെൻറ്റും ആണ് കേരളത്തെ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കടക്കണിയിലും പ്രശ്നത്തിലുമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കി ഏത് മേഖലകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ ജീവനക്കാരെ നോക്കൂ. ജീവനക്കാർക്ക് 5 DA കൊടുക്കാനുണ്ട്, 5 DA കൊടുക്കാനുണ്ട്, പണമില്ല. പിന്നെ കഴിഞ്ഞ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ തുക മുഴുവൻ ഇപ്പം കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ധനമന്ത്രി പറയുന്നത് എന്താണെന്ന് പറയാം, നാളെ ഞാൻ പുതിയ ഒരെണ്ണം പ്രഖ്യാപിക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നടപ്പിലാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഇത് കൊടുത്തിട്ടില്ല, 5 DA കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണം ഞങ്ങളിത് ഈ ഇലക്ഷന് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാനത്തിന് തകർക്കാനായിട്ടുള്ള ഒരു പദ്ധതി എന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയാനൊക്കും? എങ്ങനെ നമുക്ക് പറയാനൊക്കും? ഞാൻ പറയുന്ന ഇവിടുത്തെ ഈ പന്ന രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യേണ്ടത്. ഈ അടിസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ പ്രശ്നം എന്താണ്? ജനങ്ങളുടെ പണം, കടമെടുത്ത പണം, അത് ജനത്തിൻ്റെ ക്ഷേമത്തിനും വികസനത്തിനും നാടിൻ്റെ നന്മയ്ക്കും ചിലവാക്കാതെ ഇവിടെ കുറേ രാഷ്ട്രീയക്കാരും കുറേ ഭരണക്കാരും അവൻ്റെയൊക്കെ തോന്നിവാസം പോലെ ചിലവാക്കി ഈ നാട്ടിനെ നശിപ്പിക്കുന്നതാണോ നമുക്ക് വേണ്ടത്? അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന ഈ ഇലക്ഷനിൻ്റെ സെൻട്രൽ ഇഷ്യൂ ആയിട്ട് വരേണ്ട ഒരു സബ്ജക്റ്റ് അതാണ്. ജനത്തിൻ്റെ പണം ജനത്തിൻ്റെ ക്ഷേമത്തിനാണോ ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലാണ് പിന്നീട് സർക്കാരിൻ്റെ പണം ഇവിടുത്തെ ഈ ഭരണക്കാർ ചിലവാക്കുന്നു എന്നുള്ളതല്ലേ ഒരു സെൻട്രൽ ഇഷ്യൂ. അതനുസരിച്ചാണല്ലോ നമ്മളിവിടെ പിന്നീട് വികസനവും ക്ഷേമവും ഒക്കെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കയറിയ ഒരാൾ 2 ദിവസം അവിടെ ലിഫ്റ്റ് ഇരുന്ന ചരിത്രം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ അടുത്ത കാലത്ത് നടന്നത് കോട്ടയത്തെ എങ്ങാനും ഒരു സ്ത്രീ ടോയ്ലറ്റിൽ പോയപ്പോൾ ആ കെട്ടിടം മുഴുവൻ ഇടിച്ചു വീണ് മരിച്ച സ്ഥിതി. അത്രയും പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ് നമ്മുടെ ആശുപത്രികളിൽ നിലനിൽക്കുന്നത്. ആശുപത്രികളിൽ നിങ്ങൾ പിന്നീട് എന്തിനു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മരുന്നും മേടിച്ച് എല്ലാ സാധനങ്ങളും എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് പോകണം. അത്രയും പരിതാപകരമായിട്ട് സ്ഥിതി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇത് വികസനമെന്ന് പറഞ്ഞാൽ ഇതാണ് വികസനം. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനും ആ വികസനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ജനക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് വേണം. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ പിന്നീട് ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതായത് ഞങ്ങളിപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അങ്ങോട്ട് കൂട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ത്രീയൊക്കെ വലിയ തുക കൊടുക്കുന്നു. ഇപ്പോൾ ഉള്ള ഒരു പ്രവണത എന്താണെന്ന് പറയാം പല സംസ്ഥാനങ്ങളിലും. അതായത് ക്യാഷ് വിതരണം.
ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയുള്ള ക്യാഷ് വിതരണ പരിപാടികളാണ്. നാട്ടിൽ വേറെ ഒന്നും നന്നാക്കില്ല, റോഡ് നന്നാക്കണ പ്രശ്നമില്ല, അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നിനും പണമില്ല. ക്യാഷ് വിതരണം എന്ന് ഇലക്ഷൻ്റെ തലേദിവസം. എന്നിട്ട് പറഞ്ഞുകൊള്ളുക സമാനതയില്ലാത്ത വികസനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞിങ്ങനെ പരസ്യം കൊടുക്കുക. നമ്മുടെ ഈ ഈ ഈ മറ്റ് മാധ്യമങ്ങൾക്ക് സ്വാധീനം ചെയ്യുക, അവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ ഭയങ്കര വികസനം. ഈ വികസനം ഈ നാടിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കുള്ളൂ, അല്ലാതെ ഈ നാടിനെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിലും നിരവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അതൊക്കെ നടപ്പിലാക്കിയോ എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു പ്രസക്തി ഉണ്ടോ ഈ നാളത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ? നാളത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസക്തിയുമില്ല. കാരണം ഈ ഗവൺമെൻറ് ടേം ഏതാണ്ട് കഴിയാൻ പോകുന്നു, 1-2 മാസമേ ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ പിന്നീട് ഒരു മന്ത്രിസഭ വരുന്നു. അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ബഡ്ജറ്റായിരിക്കും നടപ്പിലാക്കുന്നത്. ഈ നാളത്തെ എന്നൊക്കെ പറയുന്നത് ഒരു തരം തട്ടിപ്പാണ്. അല്ലെങ്കിൽ ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണഗതിയിൽ ഔചിത്യമുള്ള ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ടേം അവസാനിച്ച് 2 മാസം നിൽക്കുമ്പോൾ 2 മാസം കഴിഞ്ഞ് പുതിയ ഒരു ഇലക്ഷൻ നടത്തി പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളിതാ വലിയ വികസനം നടത്തുന്നു, ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അല്ല, അതിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു നിലവാരമില്ല. അവർ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ധനസ്ഥിതിയെപ്പറ്റി അല്ലെങ്കിൽ വികസനത്തെ പറ്റിയുള്ള ഒരു ധവളപത്രമായിരുന്നു പറഞ്ഞ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഇതാണ് എന്ന് അവർ പറയേണ്ട ഒരു സമയത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതാ ഇതുവരെ ഒന്നും ചെയ്തില്ലേ, നാളെ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നതിൽ എന്താ അർത്ഥം?